ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും നമസ്കാരം. രമ സ്പിരിച്വൽ വേൾഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഗുഡ് മോർണിംഗ് മെസ്സേജാണ്. എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു. എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെയും സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആദ്യമായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. എല്ലാവരോടും ഒരുപാട് നന്ദി, ഒരുപാട് സ്നേഹം. അപ്പോൾ ഇതൊരു ജനറൽ വീഡിയോയാണ്. ജനറൽലെസ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങളിത് എപ്പോൾ കണ്ടാലും വാലിഡ് ആവുന്നതാണ്. നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടേക്കുക. നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. എന്തൊക്കെയാണ് ഇന്നത്തെ സന്തോഷങ്ങൾ എന്ന് നമുക്ക് നോക്കാം. അതിൽ തന്നെ നമുക്ക് വന്നിരിക്കുന്നത് 7 ഓഫ് വാൻഡ്സ് ആണ്. അടുത്തായിട്ട് മൂൺ കാർഡാണ് വന്നിരിക്കുന്നത്. സെവൻ ഓഫ് പെന്റക്കിൾസ്. Ace of Cups. Nine of Swords. The Star. Five of Cups. Four of Swords. നമുക്കിവിടെ ബോട്ടം വന്നിരിക്കുന്നത് സൺ കാർഡാണ്. കണ്ടില്ല, സൺ കാർഡ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് സന്തോഷം അനുഭവിക്കാനുള്ള സമയം ആയിരിക്കുന്നു. ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ഏതെങ്കിലും വിധത്തിലുള്ള സന്തോഷം ഉണ്ടാവുന്നതാണ് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ സൺ കാർഡ് വന്നിരിക്കുന്നു. അതിന് തൊട്ട് താഴെ നൈറ്റ് ഓഫ് സോർട്സ് ആണ് വന്നിരിക്കുന്നത്. കാരണം തീർച്ചയായിട്ടും എന്തെങ്കിലുമൊക്കെ പ്രത്യേകിച്ച് ന്യൂസുകൾ നിങ്ങളിലേക്ക് വരാനുള്ള സാധ്യത നിങ്ങൾ ചിലപ്പോൾ പ്രതീക്ഷിക്കുന്നതാകാം. അതുമല്ല എങ്കിൽ നിങ്ങൾക്ക് സന്തോഷം തരുന്നതായ എന്തോ ഒരു ന്യൂസ്, അല്ലെങ്കിൽ എന്തോ ആരെങ്കിലും ചില വ്യക്തികൾ വിളിക്കാനാവും. അതുപോലെ സന്തോഷകരമായ ചില വാർത്തകൾ കേൾക്കാനും ഇന്നത്തെ ദിവസം നിങ്ങളെ കൊണ്ട് സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. സൺ കാർഡ് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സന്തോഷത്തിനുള്ള വകയാണ്, അല്ലേ? ഇവിടെ യാത്രകൾ പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് സഫലമാകുന്നു. അതുപോലെ തന്നെ പുതിയ വീടായി, പുതിയ ചില വാഹനങ്ങളായി, പുതിയ വിവാഹ കാര്യങ്ങളിൽ ഒരു തീരുമാനമായി, അങ്ങനെ പുതിയ ചില കാര്യങ്ങളിലേക്ക് സന്തോഷത്തോടുകൂടി നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നു എന്നുള്ളതാണ് നമ്മളിവിടെ കാണുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ഫസ്റ്റ് വന്നിരിക്കുന്നത് 7 ഓഫ് വാൻഡ്സിന്റെ എനർജിയാണ്. 7 ഓഫ് വാൻഡ്സ് എന്ന് പറയുമ്പോൾ ഇവിടെ ചുറ്റിനും പ്രശ്നങ്ങളാണ്. മനസ്സിലായി? ഒരുപാട് പ്രശ്നങ്ങളെ അതിജീവിക്കാൻ ഇവിടെ ശ്രമിക്കുകയാണ്. ഈ പ്രശ്നങ്ങൾക്ക് നടുവിൽ നിന്നുകൊണ്ട്, അല്ലെങ്കിൽ അതിനൊരു ബൗണ്ടറി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവാം. ഇനി ഒരു പ്രശ്നം, എനിക്ക് വരേണ്ടിടത്തോളം പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞു, ഇനി ഒന്നും ഇങ്ങോട്ട് വരല്ലേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഇനി ഇങ്ങോട്ട് ഞാൻ ഒന്നിനെ സ്വീകരിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അവിടെ വളരെയധികം വിഷമത്തിലിരിക്കുന്ന എനർജി ആവാം. അതുമല്ല എങ്കിൽ നിങ്ങളിവിടെ അതിനെ മറികടക്കാൻ ശ്രമിക്കുന്നതാകാം. മറ്റു പലരുടെയും ആക്ഷേപശരങ്ങളിൽ പെട്ട് വിഷമിക്കുന്ന എനർജിയും ആവാം. എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട്. ചിലപ്പോൾ സാമ്പത്തികം വാങ്ങിച്ചിട്ട് കൊടുക്കാൻ പറ്റില്ലായിരിക്കും. ഇനി അഥവാ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കാണും. ഇനി മറ്റു ചില കാര്യങ്ങളിൽ, എന്തെങ്കിലും ജോലി കാര്യങ്ങളിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടാകാം. അതുപോലെ അല്ലെങ്കിൽ ആരെങ്കിലും മനഃപൂർവ്വം നിങ്ങളിലേക്ക് എന്തെങ്കിലും പ്രശ്നം അടിച്ചേൽപ്പിച്ചിട്ടുണ്ടാവാം. അതുപോലെ നിങ്ങൾ മാനസികമായിട്ട് വിഷമിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. വിഷമം മാത്രമല്ല, അതിനെ മറികടക്കാൻ ശ്രമിക്കുന്നുമുണ്ട്. പ്രശ്നങ്ങളെ മറികടക്കാൻ ശ്രമിക്കുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്ന വാൻഡ്സ്. ഫയർ സൈൻ, ഏരിയസ്, ലിയോ, സാജിറ്റേറിയസ് എനർജി വളരെയധികം ആവേശത്തോടുകൂടി ഓരോന്നിനെയും മറികടക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അതിനെ മറികടന്നിട്ട് മുന്നോട്ട് വരണം എന്ന് ആഗ്രഹിക്കുന്ന എനർജിയാണ്. അതുപോലെ തന്നെ ദ മൂൺ കാർഡാണ് പിന്നീട് വന്നിരിക്കുന്നത്. ഇവിടെയൊന്നും ഒരു കാര്യത്തിന് ഒരു വ്യക്തത കിട്ടാത്ത എനർജിയാണ്. കാരണം ഞാൻ എന്താണ് തെറ്റ് ചെയ്തത്, പക്ഷെ ഉള്ളിലെ ഭയമാണ്.
ഭയം പുറമേ കാണിക്കാൻ പറ്റുന്നില്ല, പക്ഷേ എനിക്ക് പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അടങ്ങിയിരുന്നാൽ പോലും ഉള്ളിൽ നിന്നും ഒരു ഭയം, ഇല്യൂഷനിൽ പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. യാഥാർത്ഥ്യത്തിലേക്ക് വരാൻ സാധിക്കുന്നില്ല, യാഥാർത്ഥ്യത്തെ ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല, അതിനെ കണ്ണു തുറന്ന് റിയാലിറ്റിയിലേക്ക് വരാനും സാധിക്കുന്നില്ല. അത്രയ്ക്കും ഡൗൺ ആയ ഒരു എനർജി, അതായത് നെഗറ്റീവ് തോട്ട്സ് ആണ്, നെഗറ്റീവ് ഇമോഷൻസ് ആണ്, ഇല്യൂഷനിൽ പെട്ടിരിക്കുന്നു. ഇങ്ങനെ ചില കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ വന്നിരിക്കുന്നത്. പക്ഷെ മൂണിന്റെ ചേഞ്ചിനനുസരിച്ച് നിങ്ങളുടെ മാനസിക അവസ്ഥയ്ക്കും മാനസിക വ്യവസ്ഥയ്ക്കും സാഹചര്യങ്ങൾക്കും ഒരു മെന്റലി ഫിസിക്കലി ഒക്കെ നിങ്ങൾക്കൊരു ചേഞ്ച് വരാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ അതിൽ അജീവനാന്തം അതിൽ തന്നെ കുടുങ്ങിയിരിക്കുകയില്ല ആരും. അങ്ങനെ നിങ്ങൾ വിചാരിച്ചു കഴിഞ്ഞാൽ പോലും ഇല്ല, അങ്ങനെ ഇരിക്കില്ല, അങ്ങനെ നിങ്ങൾ വിചാരിക്കുകയും ചെയ്യരുത്. വിഷമം വരുമ്പോൾ ഞാൻ എന്നും ഇതിലാണ്, സന്തോഷം വരുമ്പോൾ ഞാൻ എന്നും ഇതിലിരിക്കും എന്നൊന്നും ആർക്കും വിചാരിക്കാൻ പറ്റില്ല, അങ്ങനെ വിചാരിക്കുകയും അരുത്. ഇത് നമ്മൾ മാറി മാറി സുഖവും ദുഃഖവും മാറി മാറി വരുന്ന ചില വികാരങ്ങളാണ്. അതിനെ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ ജീവിതത്തിന്റെ കയ്പും മധുരവും ആസ്വദിക്കാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ഇവിടെ നിന്നും മുന്നോട്ട് വരും. ഇപ്പോഴത്തെ സൊസൈറ്റി ഫിയർ ആവാം, ആൾക്കാർ എന്ത് പറയും, എന്നെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ ചിലപ്പോൾ ആരെങ്കിലും നിങ്ങളെക്കുറിച്ച് ഇല്ലാത്തതൊക്കെ പറഞ്ഞിട്ടുണ്ടാവാം. ഈ ഒരു അവസരത്തിൽ നിങ്ങൾ വിചാരിക്കുകയാണ് ഇത് മറ്റുള്ളവർ അറിഞ്ഞു കഴിഞ്ഞാൽ എന്താവും, മനസ്സിലായി? അതുപോലെ തന്നെ നിങ്ങൾ ആ ഒരു നെഗറ്റീവ് ഇമോഷൻസിൽ ഒരുപാട് സങ്കടം അനുഭവിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. പേടിയാണ് കൂടുതലായിട്ടും. ചിലപ്പോൾ ഉറക്കം വരാത്ത അവസ്ഥ ഉണ്ടാവാം. സോറി. അപ്പോൾ അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ നിന്ന് നിങ്ങൾക്ക് നല്ലൊരു ചേഞ്ച് വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും 7 ഓഫ് കോയിൻസ് ആണ് 7 ഓഫ് പെന്റക്കിൾസിന്റെ എനർജി. അപ്പോൾ 7 ഓഫ് പെന്റക്കിൾസ് എന്ന് പറയുമ്പോൾ എന്താണ്? ഇവിടെ നമുക്ക് വരേണ്ടതാണ് ചില കാര്യങ്ങൾ നേടിയെടുക്കേണ്ടതാണ്, അല്ലെങ്കിൽ അത് വന്നു ചേരേണ്ടതാണ്. പക്ഷെ അതിനായിട്ട് ക്ഷമയോടുകൂടി ഇവിടെ വെയിറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് കാണുന്നത്. മനസ്സിലായി? ഇവിടെ ക്ഷമയോടുകൂടി വെയിറ്റ് ചെയ്താൽ മാത്രമല്ലേ ഇവിടെ ആ ഒരു സക്സസ് ജീവിതത്തിലേക്ക് വരികയുള്ളൂ. അതുപോലെ ഏസ് ഓഫ് കപ്സിന്റെ എനർജി സെൽഫ് ലവ് ചെയ്യുന്ന എനർജിയാണ്. ഒരുപാട് പേരെ സ്നേഹിക്കാൻ ഈ ഒരു അവസരത്തിൽ കഴിയുന്നു, മറ്റുള്ളവരുടെ സ്നേഹത്തെ പിടിച്ചു പറ്റാൻ ഈ ഒരു അവസരത്തിൽ കഴിയുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. എന്തിന്റെ ഒരു തുടക്കം നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നുണ്ട്, ഏസ് ഓഫ് കപ്സ് അല്ലേ? അപ്പോൾ ഇവിടെ ഒരു തുടക്കം നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നതായിട്ടാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. അത് സ്നേഹത്തിന്റെ ആവാം, പോസിറ്റീവായിട്ടുള്ള ഇമോഷൻസ് ആവാം, പോസിറ്റീവായിട്ടുള്ള തോട്ട്സിന്റെ ആവാം, ഇനി മറ്റ് ചില വ്യക്തികൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാനാവാം, നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാനാവാം. നിങ്ങൾ സെൽഫ് ലവ് ചെയ്യുക എന്ന് പറയുമ്പോൾ എല്ലാ ജീവികളെയും ഒരേപോലെ സ്നേഹിക്കുന്ന എനർജി, അവരിൽ നിന്നെല്ലാം നിങ്ങൾക്ക് വിധേയ സ്നേഹം ലഭിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ നമുക്ക് എടുത്തു പറയുന്നത്. അപ്പൊ സ്നേഹത്തിൻ്റെതായ അല്ലെങ്കിൽ ഒരു പ്രണയത്തിൻ്റെതായ തുടക്കമാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇതൊരു ഡിവൈൻ എനർജിയാണ്, ഡിവിനിറ്റി കലർന്നതാണ്. ഇത് അത്രമാത്രം ഡിവിനിറ്റി കലർന്നതാണ്, അത്രമാത്രം നിങ്ങൾ ഉയരത്തിലേക്ക് പോകും എന്നുള്ളത് നമുക്കിവിടെ പറയാൻ പറ്റും. കാരണം ഈ സ്നേഹം നിങ്ങൾ അർഹിക്കുന്നതാണ്, നിങ്ങൾ ഡിസർവ് ചെയ്യുന്നതാണിത്. അതുകൊണ്ട് ആർക്കും ഇതിനെ ഇല്ലാതെയാക്കാൻ കഴിയില്ല. അത്രമാത്രം വളരെയധികം ഹൈ എനർജിയിലേക്ക് നിങ്ങൾ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇതിൻ്റെതായ ഒരു തുടക്കമാണ്. നിങ്ങൾക്ക് ചിലപ്പോൾ ആരെങ്കിലും നിങ്ങളോട് ലവ് പ്രപ്പോസ് ചെയ്യാനുള്ള സമയമായിട്ടുണ്ടാവാം, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടാവാം ഏതെങ്കിലും വ്യക്തികളോട് ലവ് പ്രപ്പോസ് ചെയ്യണമെന്ന്. അവിടെ നിങ്ങൾക്ക് നല്ലൊരു തുടക്കം വരുന്നു എന്നുള്ളതാണ് കാണുന്നത്. ഇവിടെ 9 ഓഫ് സോഡിന്റെ എനർജിയാണ്. എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കർമ്മ ഫേസ് ചെയ്യുന്ന എനർജിയാണ്. കർമ്മ അനുഭവിക്കണം, മനുഷ്യന്റെ ജീവിതമല്ലേ. അപ്പോൾ ആർക്കാ കർമ്മയില്ലാത്ത ഒരു വ്യക്തികളുമില്ല. പാസ്റ്റ് ലൈഫിൽ അറിഞ്ഞോ അറിയാതെയോ ഒക്കെ ചെയ്തിട്ടുണ്ടാവും പല കാര്യങ്ങൾ. അവിടെ നിങ്ങൾക്ക് തെറ്റുകൾ പറ്റിയിട്ടുണ്ടാവും, മനസ്സിലായി? ആ ചിത്രഗുപ്തന്റെ കണക്ക് പുസ്തകത്തിൽ നിങ്ങളുടെ കർമ്മയുടെ കണക്കുകളൊക്കെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ച് ആ കണക്ക് പുസ്തകത്തിലെ ഓർഡർ അനുസരിച്ച് നിങ്ങൾ ഈ ഒരു സമയത്തായിരിക്കണം ഇത് അനുഭവിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇപ്പോൾ ഈ ഒരു 9 ഓഫ് സോഡ് എന്ന് പറയുന്ന കാർഡ് വന്നിരിക്കുന്നു. ഇത് ഉറക്കമില്ലാതെ ദിവസങ്ങൾ തള്ളി നീക്കുന്ന എനർജി. ഒന്നുകിൽ ആരെങ്കിലും നിങ്ങളെ വിട്ടുപോയിട്ടുണ്ടാവാം, നിങ്ങൾ ഒരുപാട് സ്നേഹിച്ച ചില വ്യക്തികൾ നിങ്ങളെ ചീറ്റ് ചെയ്തിട്ട് പോയിട്ടുണ്ടാവാം. അതുമല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് നല്ലതുപോലെ സുഹൃത്ത് ബന്ധത്തിലിരുന്നാണ്, നല്ലതുപോലെ കൂട്ടായിട്ട് ഇരുന്നതാണ്, അവിടെ പെട്ടെന്നൊരു ചെറിയ വഴക്കൊക്കെ ഉണ്ടാക്കിയിട്ട് അവർ പിരിഞ്ഞുപോയി.
ഞാൻ നിന്നോട് മിണ്ടില്ല കൂട്ടില്ല എന്നെല്ലാം പറഞ്ഞിട്ട് പോയതാണ്. അത് ആ ഒരു വിഷമം ഇവിടെ നിങ്ങളായിട്ട് നിങ്ങളിൽ ആരെങ്കിലുമൊക്കെ അനുഭവിക്കുന്ന എനർജിയാണിത്. അപ്പോൾ അങ്ങനെ അനുഭവിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. പക്ഷെ ഇവിടെ നിങ്ങൾക്ക് അതിന് സൊല്യൂഷൻ കണ്ടെത്തി മുന്നോട്ട് വരികയാണെങ്കിൽ, എല്ലായ്പ്പോഴും എല്ലാ ദിവസവും ആ ഒരു എനർജിയിൽ ഇരിക്കില്ലല്ലോ. അപ്പോൾ ഉറക്കമില്ലായ്മ എല്ലാ ദിവസവും അനുഭവിക്കേണ്ടി വരില്ല, ഇടയ്ക്കിടയ്ക്ക് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിൽ നിന്ന് എന്തായാലും ഓവർകം ചെയ്യാൻ സാധിക്കും. അതിനെ ഓവർകം ചെയ്ത് നിങ്ങൾ മുന്നോട്ട് വരും. മുന്നോട്ട് വന്നിട്ട് നിങ്ങൾക്ക് സ്റ്റാറിൻ്റെതായ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതുമല്ല എങ്കിൽ 9 ഓഫ് സോഡിൽ നിന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ട് 5 ഓഫ് കപ്സിലേക്ക് വരുന്നുണ്ട്. കാരണം തീർച്ചയായിട്ടും ഇവിടെ ഒറ്റപ്പെട്ടു എന്നുള്ള ഒരു തോന്നലുണ്ട്. ആ ഒരു തോന്നലിലാവാം ഇത്രമാത്രം വിഷമം ഇവിടെ അനുഭവിക്കുന്നത്. ഇവിടെ അത് തന്നെ ഒറ്റപ്പെട്ടു എന്നുള്ള തോന്നൽ. ഇവിടെ 4 ഓഫ് സോഡ് ഒരുപാട് ഓവർ തിങ്കിങ് ഉണ്ട്. ഓവർ തിങ്കിങ്ങിലൂടെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടാവാം. മറ്റേതെങ്കിലും വ്യക്തികൾ നിങ്ങളുടെ മനസ്സിൽ പോലും കരുതാത്ത ചില കാര്യങ്ങളൊക്കെ ഇടയ്ക്ക് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടാകും. അവിടെ അത് നിമിത്തവും ഇവിടെ ഓവറായിട്ട് തിങ്ക് ചെയ്ത് മാനസികമായി വല്ലാതെ വിഷമിക്കുന്ന എനർജി ഉണ്ട്. ചിലപ്പോൾ എന്തെങ്കിലും ജോലി ചെയ്തിട്ട് വന്ന് റെസ്റ്റ് എടുക്കുന്ന എനർജി ആവാം. അല്ലെങ്കിൽ അങ്ങനെ അത്തരത്തിൽ ഒരുപാട് ജോലി ചെയ്തിട്ട് തളർന്നിരിക്കുന്ന ഒരു അവസ്ഥയിൽ അല്ലെങ്കിൽ ആ ഒരു അവസരത്തിൽ റെസ്റ്റ് എടുക്കുന്നത് വളരെ നന്നായിരിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അങ്ങനെ റെസ്റ്റ് എടുക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മുന്നോട്ട് ഏത് വിധത്തിൽ വരണം എന്നുള്ള ചില കാര്യങ്ങൾക്ക് ക്ലാരിറ്റി ലഭിക്കും. മനസ്സിലായോ? അപ്പോൾ നല്ലത് ഓവറായിട്ട് തിങ്ക് ചെയ്ത് കൂട്ടി വെച്ചിരുന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ചില കാര്യങ്ങൾക്ക് ക്ലാരിറ്റി ലഭിക്കില്ല. അതുകൊണ്ട് ഓവറായിട്ട് തിങ്ക് ചെയ്യണ്ട. അത്യാവശ്യത്തിന് മാത്രം ചില കാര്യങ്ങൾക്ക് ക്ലാരിറ്റി വരാൻ വേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്യുക. അത് തൽക്കാലത്തേക്ക് കിട്ടിയില്ല എങ്കിൽ പോലും 1-2 ദിവസം കഴിയും തോറും നിങ്ങൾക്കതിൻ്റെ ക്ലാരിറ്റി ലഭിക്കുന്നതാണ്. നിങ്ങൾ ഏത് കാര്യത്തിലാണോ വിഷമിച്ചിരിക്കുന്നത് ആ ഒരു കാര്യത്തിന്. ഇവിടെ അത് തന്നെ 9 ഓഫ് സോഡ് വന്നല്ലോ. അപ്പോൾ അവിടെ ഒത്തിരി വിഷമം അനുഭവിക്കുന്നു. രാത്രിയിൽ ഉറക്കമില്ല, ദുസ്വപ്നങ്ങൾ കാണുന്നുണ്ടാവാം, അത്തരത്തിലുള്ള എനർജി. ഇവിടെ 5 ഓഫ് കപ്സ് ഞാൻ ഒറ്റപ്പെട്ടു പോയി എന്നുള്ള ചിന്തയാണ്. അവിടെ ആരെങ്കിലും നിങ്ങളെ ഉപേക്ഷിച്ചു പോയിട്ടുണ്ടാവാം. നിങ്ങൾ അന്നേരം വിചാരിക്കേണ്ട എന്താണ്, എന്നെ ആ വ്യക്തിക്ക് വേണ്ടെങ്കിൽ എന്നെ മറ്റ് ഒരുപാട് ആൾക്കാർക്ക് ഇഷ്ടമാണ്, എനിക്ക് എന്നോട് ഇഷ്ടമുള്ളവരുടെ സ്നേഹം മതിയാവും, എന്നെ ഉപേക്ഷിച്ചു പോകുന്നവരുടെ സ്നേഹം എനിക്ക് ഇനി വേണ്ട. അവർ ഇന്ന് എന്നെ ഉപേക്ഷിച്ചു എങ്കിൽ ഞാൻ ഇന്നലെ അവരെ ഉപേക്ഷിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്ന് നിസാര ഭാവത്തിൽ കരുതിയാൽ മാത്രം മതിയാകും. നിങ്ങൾ അതിന് ഒരുപാട് ഗൗരവം കൊടുക്കും തോറുമാണ് നിങ്ങൾക്ക് ഉറക്കമില്ലായ്മ വരുന്നത്. ഇത്തരത്തിലുള്ള പ്രശ്നം ഉണ്ടാകുമ്പോൾ, റിലേഷൻഷിപ്പിൽ ഇത്തരത്തിൽ പ്രശ്നം ഉണ്ടാകുമ്പോൾ നിങ്ങൾ അതിനെ യാതൊരു വിധത്തിലുള്ള നൈസായിട്ട് അങ്ങ് കരുതിയാൽ മതി. മനസ്സിലായി? അവർ പോന്നെങ്കിൽ പൊയ്ക്കോട്ടെ എന്ന് മാത്രം കരുതി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർ പിന്നീട് തിരികെ വന്നോളും. ഇതല്ല, നിങ്ങൾ എപ്പോഴും ഇങ്ങനെ അവർക്ക് എനർജി കൊടുത്തുകൊണ്ടേ ഇരുന്ന് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവരെ അങ്ങോട്ടങ്ങോട്ട് പോവുകയേ ഉള്ളൂ. അതുകൊണ്ട് ലെറ്റ് ഗോ ചെയ്യാനാണ് പഠിക്കേണ്ടത്. ഞാനിത് ഡിവൈനിൽ സമർപ്പിച്ചിരിക്കുന്നു. എനിക്ക് ഇത്തരത്തിലുള്ള കാത്തിരിപ്പിലൂടെയുള്ള ആ ഒരു ദുഃഖം വല്ലാത്തൊരു ദുഃഖമാണ്, അതെനിക്ക് അനുഭവിക്കാൻ വയ്യ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഡിവൈനിലേക്ക് സമർപ്പണം ചെയ്തു കഴിഞ്ഞാൽ, ലെറ്റ് ഗോ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് വരേണ്ട വ്യക്തിയാണോ, നിങ്ങളുമായിട്ടൊരു സോൾമേറ്റ് കണക്ഷൻ ഉള്ള വ്യക്തികളാണോ, തീർച്ചയായിട്ടും അവർ തിരികെ വരിക തന്നെ ചെയ്യും. അതുകൊണ്ട് ഒരു കാരണവശാലും വിഷമിക്കുകയോ ഓവറായിട്ട് തിങ്ക് ചെയ്യുകയോ ചെയ്യേണ്ട കാര്യമില്ല. ഒറ്റപ്പെട്ടു പോയി എന്ന് വിചാരിക്കുകയും ചെയ്യരുത്. ഒറ്റപ്പെട്ടു പോയെങ്കിൽ യൂണിവേഴ്സ് ഉണ്ടല്ലോ കൂട്ടിന്. മനസ്സിലായോ? ഒറ്റപ്പെട്ടു പോയവരെ ഒന്നും യൂണിവേഴ്സ് കൈവിടില്ല. ഒറ്റപ്പെട്ടു പോകുന്നത് ചിലപ്പോൾ എപ്പോഴാണ്, ചിലപ്പോൾ യൂണിവേഴ്സിന് നിങ്ങളെ ആവശ്യമുള്ളപ്പോഴായിരിക്കും നിങ്ങളെ ഒറ്റപ്പെടുത്തിയത്. മനസ്സിലായ? നിങ്ങളെന്ന വ്യക്തിയെ യൂണിവേഴ്സിന് ആവശ്യമുണ്ടായിരിക്കും. അതുകൊണ്ടാണ് ചിലപ്പോൾ നിങ്ങളെ മറ്റുള്ളവരിൽ നിന്നും അകറ്റിയത്. അങ്ങനെയും വരാം കേട്ടോ. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ ഒരു കാര്യത്തിൽ ആരും വിഷമിക്കേണ്ട കാര്യമില്ല, ആവശ്യമേ ഇല്ല അതിന്. പിന്നെ നിങ്ങൾക്ക് സ്റ്റാറായിട്ട് ഒരു പദവി വരുന്നുണ്ട്, ഉയർച്ചയിലേക്ക് വരാൻ പോകുന്നു എന്നുള്ളതാണ്. നമ്മളിവിടെ സ്റ്റാറാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ ചിലപ്പോൾ ഒരു ഉയർച്ചയിലേക്ക് പോകുന്ന എനർജിയാണ്. ഒന്നുമില്ല എങ്കിൽ നിങ്ങൾക്ക് അപ്രതീക്ഷിതമായിട്ട് അവിചാരിതമായിട്ട് ചിലപ്പോൾ നിങ്ങളുടെ ജോലിയിൽ ഒരു പ്രൊമോഷൻ കിട്ടാം. അതുമല്ല എങ്കിൽ മറ്റെന്തെങ്കിലും ഒരു ആദരവ് ലഭിക്കാം. ആരെങ്കിലും നിങ്ങളെ ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്യാം, നല്ല വാക്കുകൾ പറയാം, നിങ്ങളുടെ പ്രവൃത്തി നന്നായിരിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്ത ഇന്നത്തെ ജോലി വളരെയധികം സന്തോഷമുണ്ടാക്കുന്നതാണ്, വളരെ നന്നായിട്ടുണ്ട് എന്ന് നിങ്ങളെ അഭിനന്ദിക്കുന്ന എനർജി നിങ്ങളിലേക്ക് വരാം. അതുപോലെ തന്നെ നിങ്ങളുടെ ആരോഗ്യം മെച്ചപ്പെടുന്ന അവസ്ഥ, സാമ്പത്തികപരമായി നിങ്ങൾക്കൊരു ഉയർച്ച വരുന്ന ഒരവസ്ഥ, ഇതെല്ലാം ഇന്നത്തെ ദിവസം ഉണ്ടാകുന്നു. അതുപോലെ ഒരുപാട് പേരുടെ സ്നേഹം കിട്ടാനും ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് കഴിയുന്നു.
മനസ്സിലായി. ഇനി മറ്റുള്ളവരുടെ മുൻപിൽ ഒരു താരമായിട്ട് തിളങ്ങാനും നിങ്ങളെ കൊണ്ട് കഴിയുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. എന്തെങ്കിലും തരത്തിലുള്ള അസുഖങ്ങളുണ്ടോ, അതിൽ നിന്ന് നിങ്ങൾക്ക് ഭേദമായി മുന്നോട്ട് വരാൻ സാധിക്കുന്നു. അതുപോലെ നിങ്ങളൊരു നല്ല ഹീലറാണ് എന്ന് മറ്റുള്ളവർ അറിയുന്ന എനർജിയും ആണ്. മറ്റുള്ളവർക്ക് തിരിച്ചറിയാൻ കഴിയുന്നു നിങ്ങളുടെ എനർജിയെ. അതും ഇവിടെ നമുക്ക് പറയാൻ പറ്റും. അതുപോലെ നമുക്ക് ശിവഭഗവാൻ, ശനിയാഴ്ചയല്ലേ, ശിവഭഗവാന്റെ ഒറക്കിൾ കാർഡ്സ് മെസ്സേജ് ഒന്ന് നോക്കാം. വെയിറ്റ് ഫോർ ദ റൈറ്റ് ടൈം എന്നാണ് വന്നിരിക്കുന്നത്. നമ്മളിവിടെ 4 കാർഡ്സ് എടുത്തിട്ടുണ്ട്. ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത് യു ഡിസർവ് ദിസ് എന്നുള്ളതാണ്. നിങ്ങളിത് അർഹിക്കുന്നു. എന്ത്? ദൈവാനുഗ്രഹം, ശിവഭഗവാന്റെ അനുഗ്രഹം നിങ്ങളിത് അർഹിക്കുന്നതാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് അനുഗ്രഹം ഉണ്ടാകുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾ യാതൊരു കാരണവശാലും വിഷമിക്കേണ്ടതില്ല എന്നാണ് ഭഗവാൻ പറയുന്നത്. ഇവിടെ മെഡിറ്റേഷൻ ഈസ് ബെസ്റ്റ് റെമഡി എന്ന് പറയുന്നുണ്ട്. മെഡിറ്റേഷൻ ചെയ്യുന്നതാണ് ഏറ്റവും നല്ല ഒരു റെമഡി, ഒരു പരിഹാരമാർഗം. നിങ്ങളുടെ എന്ത് വിഷമത്തിനുമുള്ള ഒരു പരിഹാരമാർഗമാണ് മെഡിറ്റേഷൻ ചെയ്യുക എന്നുള്ളത്. അതാണ് ഭഗവാൻ പറയുന്നത്. പിന്നെ ട്രാൻസ്ഫോർമേഷൻ ഈസ് ഹാപ്പനിങ്, നിങ്ങൾക്കൊരു ട്രാൻസ്ഫോർമേഷൻ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു, അല്ലെങ്കിൽ സംഭവിക്കുക തന്നെ ചെയ്യും. നിങ്ങളിലേക്കൊരു മാറ്റം, വളരെ നല്ല ഒരു പരിവർത്തനം നിങ്ങളിലേക്ക് വരാൻ പോകുന്നു എന്നുള്ളതാണ് ഭഗവാൻ പറയുന്നത്. അതെ, തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു പരിവർത്തനം വരുന്നുണ്ട്. കാരണം ഇവിടെ സ്റ്റാറിന്റെ എനർജി വന്നിട്ടുണ്ടല്ലോ. ഇവിടെ നമ്മൾ കാണുന്നത് ഫസ്റ്റിൽ തന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വെയിറ്റ് ഫോർ ദ റൈറ്റ് ടൈം. അപ്പൊ നിങ്ങളെയൊക്കെ ഏതൊരു കാര്യങ്ങളും ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെതായ ചില താമസം ഉണ്ടാവും, അല്ലെ? അതൊന്ന് പ്രാവർത്തികമാക്കി എടുക്കാനല്ല എങ്കിൽ അതിൻ്റെ റിസൾട്ടിലേക്ക് വരുവാൻ കുറച്ച് സമയമെടുക്കും. അതുകൊണ്ട് നിങ്ങൾ ആ കൃത്യമായ സമയം, നല്ല സമയം വരാൻ വേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്യൂ. അതിൻ്റെ പരിണതഫലം അറിയാൻ വേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്യൂ. അത് നന്നായിരിക്കും എന്നുള്ളതാണ് ഭഗവാൻ പറയുന്നത്. പിന്നെ സൂൺ യു വിൽ അണ്ടർസ്റ്റാൻഡ് ഹിഡൻ ബ്ലെസ്സിങ്സ്, നിങ്ങൾ എത്രയും പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും നിങ്ങൾ ഹൈഡ് ചെയ്തിരിക്കുന്ന, നിങ്ങളിൽ ഹിഡനായിരിക്കുന്ന ആ ബ്ലെസ്സിങ്ങിനെ. മനസ്സിലായി? നിങ്ങൾക്കെല്ലാം ബ്ലെസ്സിങ്സ് ഉണ്ട്, പക്ഷെ നിങ്ങൾ എത്രയും പെട്ടെന്ന് ഇനി അത് മനസ്സിലാക്കാൻ സാധിക്കും. നിങ്ങൾക്ക് ഭഗവാന്റെ അനുഗ്രഹം നിങ്ങളോടൊപ്പം ഉണ്ടെന്ന് തന്നെ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു സമയം വരുന്നു എന്നുള്ളതാണ് ഭഗവാൻ പറയുന്നത്. ഇനി വർത്ത്ലെസ് കണക്ഷൻസ് ആർ ബീങ് റിമൂവ്ഡ്. ഇനി ആവശ്യമില്ലാത്ത കണക്ഷൻസ്, വിലയില്ലാത്ത, വാല്യുബിൾ അല്ലാത്ത ചില കണക്ഷൻസ് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടോ? നിങ്ങൾ വിചാരിക്കും ഒരുപാട് കൂട്ടുകാർ നിങ്ങൾക്കുണ്ട്. എന്തിന്? നിങ്ങൾക്ക് എന്തെങ്കിലും പ്രയോജനമുള്ളപ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില ഫ്രണ്ട്സുകളൊക്കെ എത്ര പേരുണ്ട്. എന്തെങ്കിലും ഉപകാരത്തിന് വേണ്ടി നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ പറ്റിയ എത്ര ഫ്രണ്ട്സ് നിങ്ങൾക്കുണ്ട്. അതല്ലേ ആലോചിക്കേണ്ടത്. അല്ലാതെ അനാവശ്യകരമായിട്ട് നാടുനീളെ അല്ലെങ്കിൽ നാട് മുഴുവനും നിങ്ങൾക്ക് ഫ്രണ്ട്സ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് എന്താ പ്രയോജനം? അതുകൊണ്ട് ഇവിടെ നിന്നും ആവശ്യമില്ലാത്ത ഫ്രണ്ട്സിനെ ഉപേക്ഷിക്കുകയാണ് വേണ്ടത്. അത് വേണ്ട, ഇവിടെ റിമൂവ് ആകുന്നുണ്ട് അത് എന്നുള്ളതാണ് ഭഗവാൻ പറയുന്നത്. റിമൂവ് ആയി കഴിഞ്ഞു. റിലീസ് ആങ്സൈറ്റി, സ്റ്റേ കൂൾ. ഇനി എന്തെങ്കിലും കാര്യത്തിന് നിങ്ങൾക്ക് ആങ്സൈറ്റി ഉണ്ടോ, ആകാംക്ഷ ഉണ്ടോ? ഇവിടെ മൂൺ കാർഡ് വന്നിട്ടുണ്ടായിരുന്നല്ലോ. രണ്ടാമത് നിങ്ങൾക്ക് വന്നിരിക്കുന്നത് മൂൺ കാർഡാണ്, ആങ്സൈറ്റിയുടെ കാർഡാണ്. ആങ്സൈറ്റിയുടെയും ഫിയറിന്റെയും കാർഡാണ്. ഭഗവാൻ ഇവിടെ പറയുന്നത് എന്താണ്? ആങ്സൈറ്റി ഉപേക്ഷിക്കൂ, റിലീസ് ചെയ്യൂ. ആങ്സൈറ്റിയെ റിലീസ് ചെയ്യൂ. ആകാംക്ഷ ഒരിക്കലും വേണ്ട, കൂളായിട്ട് ഇരുന്നോളൂ എന്നുള്ളതാണ് ഭഗവാൻ പറയുന്നത്. കാരണം ഭഗവാൻ നിങ്ങളോടൊപ്പമുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കൂളായിട്ട് ഇരിക്കാൻ സാധിക്കും. അങ്ങനെ കൂളായിക്കോളൂ എന്നാണ് ഭഗവാൻ പറയുന്നത് ഇവിടെ.
നല്ല നല്ല മെസ്സേജുകളാണ് നിങ്ങൾക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ റീഡിംഗ്. ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടി വിചാരിക്കല്ലേ. പേഴ്സണലായിട്ട് റീഡിംഗ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട്, വാട്സാപ്പ് വഴി മെസ്സേജ് അയച്ച് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബൈ.